ബജറ്റ് വിശദമായി ഇത്ര സമയമെടുത്ത് വായിച്ചതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ബജറ്റ് ഡോക്യുമെൻറ്റും കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ബജറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങളിൽ ഒന്ന് നമ്മുടെ ബജറ്റിൻ ബ്രീഫാണ്. അത് വന്നിട്ടുണ്ട്. ബജറ്റിൻ ബ്രീഫിനകത്ത് എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. പ്രസംഗം മാത്രമല്ല, പിന്നെ നമ്മളിപ്രാവശ്യം ഇപ്രാവശ്യം കഴിഞ്ഞ ആഴ്ച സിറ്റിസൺസ് ഗൈഡുണ്ട്. ഇതിനകത്തും ഹൈലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അധികം വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യം ഇല്ല, ചോദിക്കുന്നതിനകത്ത് പറയാം. പക്ഷെ ബജറ്റിൻ്റെ ഇതുവരെ കേരളത്തിലെ ബജറ്റ് സൈസുകളിൽ ഏറ്റവും ബജറ്റ് വലിയ സൈസ് തന്നെയാണ് ഇപ്രാവശ്യം. അത് സ്വാഭാവികമായിട്ടും ഓരോ വർഷം കഴിയുമ്പോൾ കൂടി വരും. കഴിഞ്ഞ ബഡ്ജറ്റ് സൈസ് ഞങ്ങൾ പറഞ്ഞിരുന്നത് 2 ട്രില്യൺ ആവും. അതിനടുത്തേക്ക് എത്തി. ഫൈനൽ അക്കൗണ്ട് വരുന്നതേ ഉള്ളൂ. അന്നത് ില്ല എന്ന് അന്ന് സഭയിൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കാം. ഇപ്രാവശ്യം കുറച്ചുകൂടി ഏറിയയിലെ പുതിയ കാര്യങ്ങളിൽ എല്ലാം മുൻകൈ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഓഫീസർമാർ ACS ഫൈനാൻസ് ശ്രീ ജ്യോതിലാൽ, പിന്നെ അജിത് പാട്ടീൽ നമ്മുടെ റിസോഴ്സിൻ്റെ സെക്രട്ടറി, ശ്രീലക്ഷ്മി, സച്ചിൻ ഷഫീഖ്, അവരെല്ലാം ഞങ്ങളുടെ ഫിനാൻസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ബാക്കിയുള്ള ആളുകളുണ്ട്. അപ്പോൾ ബഡ്ജറ്റിൽ ഇപ്രാവശ്യത്തെ പൊതുവായ ഹൈലൈറ്റ് എല്ലാം അതിനകത്ത് നമ്മൾ പറഞ്ഞു. ബജറ്റിൻ ബ്രീഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതോടെ പിന്നെ നിങ്ങൾ നോക്കാൻ പോകുന്നതായിരിക്കും. റവന്യൂ റെസീറ്റ്സ് 1,82,972 കോടി രൂപ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്പ്ലിറ്റപ്പ് ഉണ്ട്. ക്യാപിറ്റൽ റെസീറ്റ്സ് ബേസിക്കലി ബോറോയിങ് ആണ്. എല്ലാം കൂടി വരുമ്പം 56,935 കോടി രൂപ വരും എന്നാണ് എക്സ്പെക്റ്റേഷൻ. പിന്നീട് ടോട്ടൽ റെസീറ്റ്സ് അങ്ങനെ വരുമ്പം 2,39,907 കോടി രൂപ വരും. അപ്പോൾ കേരളത്തിലെ ഒരു ഹ്യൂജ് സൈസാണ്. 2 ലക്ഷം ആണ് കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്തെങ്കിൽ 2,39,000. എക്സ്പെൻഡിച്ചറിൻ്റെ സൈഡ് നോക്കുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അത് തന്നെയായിരിക്കും. കാരണം 2,39,907 കോടി രൂപ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നമ്മൾ 2 ട്രില്യൺ എന്ന ആശയം പറഞ്ഞതാണ്. ഇപ്രാവശ്യം അതിൽ നിന്ന് മേളി വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻകം, നമ്മുടെ ഓരോ മേഖലയിലും ഉള്ള വരുമാനവും അതിൻ്റെ ഭാഗമായിട്ട് വർദ്ധിച്ചു വന്നിട്ടുള്ളത് ഇതിനകത്ത് കാണാം ഉണ്ട്. ഈ എഫക്റ്റീവായിട്ടുള്ള മൂലധന ചെലവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 30,961. എഫക്റ്റീവായിട്ട് എന്ന് പറയുന്ന കാര്യം കിഫ്ബിയും മറ്റും ചിലവാക്കുന്നത് സാധാരണ നമ്മുടെ പ്ലാനിനകത്ത് വരുന്നതല്ല. സോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ പ്ലാനിന് ഇതുകൂടെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലൊരു വളരെ നല്ല തരത്തിലേക്കുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പം മൂലധന ചെലവ് ഒരു സംസ്ഥാനത്തിൻ്റെയോ എക്കോണമിയുടെയോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മൂലധന ചെലവുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഇതിൽ നിന്നുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, വിഴിഞ്ഞത്തിന് 5,000 കോടി 4,000 കോടി നമ്മൾ ഇതുവരെ ചിലവാക്കിയില്ലെങ്കിൽ പിന്നെ തുറമുഖം ഉണ്ടാവില്ല, അത്ര എംപ്ലോയ്മെൻ്റ് ഉണ്ട്. പക്ഷേ മൂലധന ചെലവ്, എഫക്റ്റീവായ മൂലധന ചെലവിൻ്റെ കാര്യത്തിനകത്ത് അങ്ങനെ കണക്കുണ്ട്. റവന്യൂ കമ്മി 34,587 കോടി രൂപയാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തിന് 2.12% ആണ്. ധനക്കമ്മി 3.4% ആണ്. അതായത് 55,420 എന്ന് പറഞ്ഞാൽ ആഭ്യന്തര GSTPയുടെ ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 3.5 വരെ ആവാം. ഇപ്രാവശ്യം 3.5 വരെ ആവാം. 3.4 ആണ്. അങ്ങനെ കണക്കുകളുടെ നോട്ടത്തിൽ റവന്യൂ വരുമാനത്തിൻ്റെ കാര്യത്തിലും തനത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെയുള്ള വർധനകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലം കൂടി ഞാൻ പറയാം. ഈ വർഷം ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ്, 16th ഫിനാൻസ് കമ്മീഷൻ അവാർഡ് ഇപ്പോൾ വരും. ഓൾറെഡി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അവർ പ്ലേസ് ചെയ്തില്ല, ഇതുവരെ ടേബിൾ വെച്ചിട്ടില്ല പാർലമെൻറ്റിൻ്റെ. ഇപ്പോൾ വെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ എല്ലാ ഫിനാൻസ് കമ്മീഷൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റും ബെനിഫിറ്റും വരും. അപ്പോൾ ആ ഫിനാൻസ് കമ്മീഷൻ്റെയും കൂടി വരുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒന്നുകൂടെ മെച്ചപ്പെട്ട സ്ഥിതി വരും. അപ്പോൾ ഇതും എല്ലാ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊതുവിലെ സാമ്പത്തിക യാഡ്സ്റ്റിക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ GSTP എന്നുള്ള ആകെ കടപരിധി ആയാലും നമ്മുടെ പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയാലും റവന്യൂ ഡെഫിസിറ്റ് ആയാലും ഒക്കെ കൺട്രോളിൽ തന്നെയാണ് പോകുന്നത്. കുറച്ചുകൂടി നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്ത് കൺട്രോളിൽ പോകുന്നു. അതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ന് ബഡ്ജറ്റിൻ്റെ ഭാഗമായി പറഞ്ഞ കാര്യമുണ്ട്. സാധാരണഗതിയിൽ 6 ലക്ഷം കോടിയിലേക്ക് ടോട്ടൽ ബോറോയിങ് എത്തേണ്ടതാണ്. കഴിഞ്ഞ 30 വർഷത്തെയോ 40 വർഷത്തെയോ കണക്ക് വെച്ച് നോക്കും. പക്ഷേ നമ്മുടെ ബോറോയിങ് 4,80,000 എത്തുന്നുള്ളൂ. ചെറിയ ഷാർപ്പ് ഡിക്ലൈൻ. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് ആണ് പൊതുവായ പശ്ചാത്തലം. നമ്മുടെ തനത് വരുമാനം
നികുതിയേതര വരുമാനം ഇതാദ്യമായിട്ട് 1 ലക്ഷം കോടി കവർ ചെയ്യും ഈ വരുന്ന വർഷം. അപ്പോൾ അതും അങ്ങനെയുള്ള ഓരോ യാഡ് സ്റ്റിക്കിലും നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ പറയുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ധാരാളം മേഖലകളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ മേഖലയിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറയുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കണ്ട് ധനകാര്യമന്ത്രിമാരെ വിളിച്ച് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നടത്തിയ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഈ പ്രതിരോധ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ വ്യവസായ സമുച്ചയത്തിൻ്റെ സാധ്യതയുണ്ട്. നമുക്ക് വിഴിഞ്ഞം കൂടി വന്നതോടുകൂടി ഈ നാവികസേനയുടെ ഉൾപ്പെടെ എയർഫോഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നീട് റെയർ എർത്തിൻ്റെ കാര്യത്തിനകത്ത് ഇതെല്ലാം ചുരുക്കിയേ പറഞ്ഞുള്ളൂ. കേരളത്തിലെ റെയർ എർത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റെയർ എർത്ത് ഇത്ര ഉള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. ലോകത്ത് ഈ മാഗ്നറ്റുകൾ ഉണ്ടാക്കുന്ന റെയർ എർത്ത് വളരെ കുറവാണ്. മാഗ്നറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ പോലും ചൈനയിൽ നിന്ന് മാഗ്നറ്റ് കിട്ടിയില്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രധാനമായിട്ട് ടി വി വ്യവസായം മറ്റു വ്യവസായങ്ങൾക്കൊക്കെയുള്ള സാധനങ്ങൾ അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് മാഗ്നറ്റ് അവിടെ നിന്ന് കിട്ടും. മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ റെയർ എർത്ത്. അപ്പോൾ ആ മേഖലയിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് മാത്രമല്ല, കുറേയേറെ ആ അനുബന്ധമായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്ന ഏറ്റവും നമ്മുടെ സാധാരണക്കാരായ ഗ്രാമീണ പഴയ പരമ്പരാഗത വ്യവസായം പലതും ഇപ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർ എൻഗേജ് ചെയ്യുന്ന ജോലികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ പൊതു ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലാണ് എന്നോട് ചോദിച്ചാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്രാവശ്യം ഏതാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ റിസ്ക് എടുത്തിട്ട് 1000 കോടി രൂപയാണ് തൊഴിലുറപ്പിന് വേണ്ടി മാറ്റി വെച്ചത്. കാരണം ഇത് മൊത്തം സെൻറ്റർ കൊടുക്കേണ്ടതാണ്, കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ലക്ഷക്കണക്കിന് തൊഴിലാളി വർക്ക് ചെയ്യുന്ന 8 കോടി 9 കോടി തൊഴിൽ ദിനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നൊരു മേഖലയിൽ ഒറ്റയടിക്ക് അവരില്ലാതെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ വല്ലാതെ ദാരിദ്ര്യം വരും. കേരളം പോലല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ പട്ടിണിയും മരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലയിൽ ഞങ്ങൾ വലിയ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് 1000 കോടി രൂപയാണ് അധികമായിട്ട് അതിന് വെച്ചത്. ഏറ്റവും വലിയ കാര്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വെച്ച 1000 രൂപ തന്നെയാണെന്ന് ഞാൻ പറയും. മറ്റെല്ലാ മേഖലയിലും പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷെ അത് സാധാരണ ഒരു സ്റ്റേറ്റും ചെയ്യാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സെൻറ്ററിൻ്റെ ആ നയത്തിന് ശേഷം ഇത് കൂടാതെ നമ്മുടെ സാധാരണ ഇപ്പം ആശ, അംഗൻവാടി, പിന്നെ മറ്റ് പ്രീ പ്രൈമറി സ്കൂൾ പാചക തൊഴിലാളി, സാക്ഷരതാ പ്രേരകർ, ഇങ്ങനെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടോ. അവർക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ബഡ്ജറ്റിൽ പരിഷ്കരണം കൊടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ നവംബർ മാസം മുതലാണ് വീണ്ടും ഒരു പരിഷ്കരണം കൊടുത്തത്. ഇപ്പോൾ ആ സെക്ഷനെല്ലാം വീണ്ടും ഒരു പരിഷ്കരണം കൂടി കൊടുത്തു. കാരണം പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടി പണം കൊടുക്കേണ്ടതാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് 12 വർഷമായിട്ട് സ്കീം വർക്കേഴ്സിന് 1 രൂപ കൂട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം ഈ സ്കീം വർക്കേഴ്സിന് 18 വർഷമായിട്ട് 1 രൂപ പോലും കൂട്ടണമെന്നാണ്. ഏതായാലും അത് വന്നിട്ടില്ല. നമ്മളെന്തായാലും അതിന് അത്രയും പണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതുപോലെ ഈ മേഖലയിലെല്ലാം പിന്നീട് ക്യാൻസർ പെൻഷൻ അതുപോലെയുള്ള കാര്യങ്ങളുടെ പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു ലോങ് പെൻഡിങ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പത്രപ്രവർത്തകരെല്ലാവരും പറയുന്നതായിരുന്നു. ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ് അതുപോലുള്ള കാര്യങ്ങളിലുള്ള ഇത് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞാലൊരു പ്രധാനപ്പെട്ട അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിലൊക്കെ നമ്മൾ ഒന്ന് പരിഗണിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞു. ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരാണ്. നമ്മുടെ ഇന്ന് നഗരങ്ങൾ വൃത്തിയായി കിടക്കുന്നു, ഗ്രാമങ്ങൾ വൃത്തിയായി കിടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിതകർമ്മസേനയാണ്. ഹരിതകർമ്മസേനയ്ക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നേരത്തെ മറ്റേ മേഖല നടത്തിയിട്ടുണ്ട്. ഡെത്ത് അത്യാവശ്യം അതുപോലുള്ള കാര്യങ്ങൾ, നാച്ചുറൽ ഡെത്ത്, ആക്സിഡൻറ്റ് ഡെത്ത്, ഒരു കൈത്താങ്ങാവുന്നൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അത് പറഞ്ഞേക്കുന്നത്. ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷ. അതെന്ന് വെച്ചാൽ ഏറ്റവും അസംഘടിതമായ ഏറ്റവും കൂടുതൽ ആൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകളെന്നതിൽ പ്രത്യേക ചില പരിഗണന കൊടുത്തിട്ടുള്ളത്. ഓരോ സെക്ഷനിലും കൊടുക്കേണ്ടതാണ്. കുടുംബശ്രീയിലേക്ക് വേറെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്വന്തമായിട്ട് വണ്ടി മേടിക്കുന്നു, സ്വന്തമായിട്ട് മിക്കവാറും ആളുകൾ സ്വന്തമായൊരു വണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ കുറച്ചാളുകൾ പിന്നെ ജോലിക്ക് കൂടുന്നുണ്ട്. മഹാഭൂരിപക്ഷം സ്വന്തം വണ്ടിയാണ്. അപ്പോൾ അതിനിപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ വരുന്നത് വളരെ നല്ല കാര്യമാണ്. പെട്രോൾ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഈ ഓട്ടോ വരുമ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി അതിനൊരു പോളിസി എന്ന നിലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ 40,000 രൂപ വരെ കൊടുക്കുന്നൊരു സ്കീം അനൗൺസ് ചെയ്തു. ധാരാളം ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. കുറച്ചുകൂടി പണം കൂടുതൽ വേണ്ടി വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കും.
ഇനി അത് കഴിഞ്ഞാൽ അതിന് പണം ഓട്ടോറിക്ഷ മേടിക്കണമെങ്കിൽ ആ പണം കൊണ്ട് മാത്രം തികയില്ല. അപ്പോൾ ബോറോയിങ് വേണം, കടമെടുക്കേണ്ടി വരും ബാങ്കിൽ നിന്ന് വല്ലതും. അതിന് നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്ത ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ 2% അതിന് ഒരു സബ്വെൻഷൻ കൊടുക്കുന്നു. 4-5 ലക്ഷം ആളുകളെ നേരിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ഈ അന്നോടിയെ കിട്ടി എന്തെങ്കിലും അപകടം വന്നൊന്നുമില്ല, ഇങ്ങനെയുള്ളൊരു സെക്ഷനാണല്ലോ. അപ്പോൾ അതിനുള്ള കാര്യം നമ്മൾ ടാക്സി ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ടാക്സി ഓട്ടോറിക്ഷ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അവർക്കൊരു മാന്യമായി ഒന്ന് ഇരിക്കാനും അത്യാവശ്യം അവരുടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റും ഒന്നുള്ള സംവിധാനങ്ങൾ അവർ തകർത്തി വേണം. എല്ലാ സ്റ്റാൻഡിലും നല്ല വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നത് സോളാറിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാവും. അപ്പോൾ ഒരു കിയോസ്കുകൾ പോലെ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് മോഡേൺ എന്ന നിലയിൽ സ്റ്റാൻഡ് എന്ന നിലയിൽ ആലോചിച്ചു. ഇത് തന്നെയാണ് ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം. നിങ്ങളുമെല്ലാം നമ്മളൊക്കെ ഓർഡർ ചെയ്യും, ആളുകൾ വീട്ടിൽ കൊണ്ട് തരും, ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ട് തരും, മിനിറ്റുകൾക്ക് അങ്ങോട്ട് തരും, തിരിച്ചു പോകും. പക്ഷേ ഇവർ വഴിയിലെവിടെയൊക്കെ ഇങ്ങനെ പോയി വെയിലുള്ളാതെ മരത്തിൻ്റെ കീഴിലൊക്കെ നിൽക്കുകയാണ്. അത് സ്വയം തൊഴിലെന്ന നിലയിൽ ഇപ്പം കുട്ടികൾ ചില ജോലിയുള്ളവരെ ഒക്കെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കണം. അവർക്കൊരു ക്ഷേമനിധി പോലുള്ള കാര്യങ്ങൾ വേണം, നിയമനിർമ്മാണം വേണം, അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം അവർക്കും ഇതുപോലെ ഇരിക്കാൻ ഒരു സ്ഥലത്ത് വന്ന ഒരു നഗരത്തിനകത്ത് ഒരു 10-20 സ്പോട്ടിലെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണ്ടേ? ഇങ്ങനെ വഴിയിൽ അനാഥരായിട്ട് ഏതെങ്കിലും മരത്തണലിൽ നിൽക്കുന്നതല്ലല്ലോ, അതൊരു ജീവിതമല്ലല്ലോ. അതിനുള്ള ഒരു പ്രത്യേക പരിപാടി നമ്മൾ അതിനകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത മേഖലയായ കയറും കശുവണ്ടിയും കൈത്തറിയും ആ മേഖലയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ പുതിയ തരത്തിലുള്ള തൊഴിലുകൾ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ അതും പെൻഡിങ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ടാമതൊരു LDF സർക്കാർ തുടർച്ചയായി വരുന്നത്, അല്ലെങ്കിൽ ഏതൊരു സർക്കാർ തുടർച്ചയായിട്ട് വരുന്നത്. അന്ന് ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം അനൗൺസ് ചെയ്തു. അന്നത്തെ UDFൻ്റെ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇത് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശമ്പള പരിഷ്കരണം, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാതെ ഞങ്ങൾ പൊളിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ രമേശ് ചെന്നിത്തലയുടെ പഴയ പത്രസമ്മേളനം കാണാം. അന്ന് UDFൻ്റെ യൂണിയൻ്റെ നേതാക്കന്മാർ രാഷ്ട്രീയ ജാതിയും പറയുകയല്ല, അതിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനൊക്കെ നോട്ടീസുണ്ട്, ഇത് ഇത്രയും വലിയ ശമ്പള പരിഷ്കരണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങളെ തകർക്കാനാണ്. പക്ഷേ ജനം തീരുമാനിച്ചു, അല്ല ഇത് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ പറഞ്ഞേ, അതുകൊണ്ട് അവർ ജനം ചെയ്യട്ടെ. അങ്ങനെയാണ് വീണ്ടും LDF തന്നെയാണ് വന്നത്. അപ്പോൾ LDF വരുമ്പോൾ ആദ്യം തൊട്ടേ UDF പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഖജനാവ്, പ്രതിപക്ഷം പറയുന്നത് ഖജനാവ് പൂച്ചവെറ്റ് കിടക്കുകയാണ്, ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അത് അവർ പറഞ്ഞതിനകത്തൊരു വസ്തുതയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായ അറ്റാക്ക് ഉണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ. പക്ഷെ നമ്മൾ ഇത്രയും 57-58 മാസമായി, 60 മാസത്തിൽ ഇതെല്ലാം കൊടുത്തുപോയി. അപ്പോൾ ഇപ്പോഴും അന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ അന്ന് പറഞ്ഞിരുന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ മുഴുവൻ ബാധ്യതയും കൊടുത്തു നിർത്തിയത് ഈ 5 വർഷം കൊണ്ട് ഈ സർക്കാരാണ്. ഏത് സർക്കാരും അങ്ങനെ അതിനു മുമ്പാകുമ്പോഴും നമ്മുടെ ടൈമിംഗ് അനുസരിച്ചിട്ട് ഈ ലാസ്റ്റ് സമയത്തേക്ക് വരുമ്പോഴാണ് ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം വരിക. അത് 2006 ഗവൺമെൻറ് ആയാലും 2010 എല്ലാ ഗവൺമെൻറ്റുകൾക്കും ആ ബാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ശമ്പള പരിഷ്കരണം കൊടുക്കുന്നത്. നമ്മൾ 25,000 കോടി രൂപയിലധികം, 20,000-30,000 കോടിയോളം വരുന്ന എൻ്റെ ഏകദേശം കണക്ക് പെൻഷൻകാരുടെ കുടിശ്ശിക, ശമ്പളത്തിൻ്റെ കുടിശ്ശിക, DA കുടിശ്ശിക, പെൻഷൻ പരിഷ്കരണം എല്ലാം നമ്മൾ കൊടുത്തു തീർത്തു. വാസ്തവത്തിൽ കൊടുത്തു തീർത്തത് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് കൊടുത്തു തീർത്തു അന്നത്തെ. അപ്പോൾ അത് കൊടുക്കാതിരിക്കുകയല്ല ഒരു ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ആ ശമ്പള പരിഷ്കരണം 3 മാസത്തോടെ തന്നെ കമ്മീഷൻ പൂർത്തീകരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് മാത്രം പറഞ്ഞാൽ ജീവനക്കാർക്ക് ഇതാവില്ല. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൻ്റെ കൂടെ മാർച്ച് ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ ഒരു DA കൂടെ കിട്ടും. ഏപ്രിൽ മാസം ആദ്യത്തെ ശമ്പളത്തിൻ്റെ കൂടെ ബാക്കി കിട്ടാനുള്ള DA മുഴുവൻ കിട്ടും. ഇത് പറയുമ്പം ഇവർ പറഞ്ഞിട്ട് പോവാ, ഇവരിത് ചെയ്യാനല്ല എന്ന് പ്രതിപക്ഷ നേതാവോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഞാൻ കുറച്ച് കണ്ടു, പിന്നെ ബാക്കി അങ്ങനൊന്നും അല്ല, ചെയ്തിട്ട് പോകാൻ വേണ്ടിയാകും. അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ ഇൻകം അതിൻ്റെ നമ്മുടെ അക്കൗണ്ടിനകത്ത് ഇതിനുള്ള ഗഡുക്കളായി കൊടുക്കാനുള്ള പണം മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, അതിൻ്റെ നിയമം അനുസരിച്ച് അവർക്കും ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചുമ്മാതെ വരവ് ഇത്ര രൂപ, ചെലവ് ഇത്ര രൂപ, അങ്ങനെയൊന്നും കണക്കെഴുതാൻ പറ്റത്തില്ല സർക്കാർ. അതിന് സിസ്റ്റമുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് 6 മാസമായി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും കാൽക്കുലേഷനും താഴത്തെ പഠനം നടത്തി കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് റിസോഴ്സ് സംബന്ധിച്ചൊക്കെ നോക്കിയിട്ട് ചില എക്സ്പെക്റ്റേഷനോടൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷത്തെ 10-20 വർഷത്തെ ഒരു പാറ്റേൺ നോക്കും. അങ്ങനെ വെച്ചേക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഈ ശമ്പള കമ്മീഷൻ്റെ കാര്യം ഇത്ര ആലോചിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന കാര്യവും ചെയ്തു. ഇപ്പോൾ കുറച്ച് കുടിശ്ശികയുണ്ട്, 11% കുടിശ്ശിക എന്നാണ് എൻ്റെ. അത് മൊത്തം കൊടുത്തു തീർക്കും. പിന്നെ
പഴയ കുറച്ച് കുടിശ്ശികയുണ്ട്, 25,000 കോടി രൂപയിലധികം കുടിശ്ശികയുണ്ട്. ഞാൻ പറഞ്ഞു ആകെ ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ വരുന്ന സമയത്ത് കോവിഡും മറ്റ് ചലഞ്ചസും ഒക്കെ ആയിരുന്നു. അന്ന് വലിയ തോതിൽ നമ്മുടെ GSDP-യുടെ 38% നമുക്ക് ബോറോയിങ് ഉണ്ടായിരുന്നു. കേന്ദ്രം വലിയ തോതിൽ ഇപ്പോൾ കിഫ്ബിയുടെ പേര് പറഞ്ഞും പെൻഷൻ കമ്പനിയുടെ പേര് പറഞ്ഞ് ഏകദേശം ഒരു 10,000 കോടി ഒരു വർഷം കട്ട് ചെയ്യുന്നുണ്ട്. ഈ കട്ടിങ്ങും കിട്ടാനുള്ള വരുമാനം എല്ലാം പോയിട്ടും നമ്മളിതെല്ലാം കൊടുത്തല്ല. ആകെ കിടക്കുന്ന ഒരു ഒറ്റ ഔട്ട്സ്റ്റാൻഡിങ് പ്രശ്നമേ ഉള്ളൂ. അത് ഈ PF ആൻഡ് പിന്നെ കുടിശ്ശിക, ഈ DRഉം DAയും കുടിശ്ശിക മാത്രമേ ഉള്ളൂ. അത് കൊടുത്തു തീർക്കുമെന്ന് വെച്ചു കണക്ക് വെച്ചിട്ട് ഈ വർഷം തന്നെ മീൻസ് ഏപ്രിൽ തൊട്ടുള്ള വർഷം അതിൻ്റെ ഒരു ഗഡു കൊടുക്കാനുള്ള, ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞു, അത് കൊടുക്കാനുള്ള പണം അതിലുണ്ട്. അത്ര ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു അങ്ങനെ അതിൻ്റെ പണം വെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സമയം ശ്രീ രമേശ് ചെന്നിത്തല അന്നത്തെ UDF നേതൃത്വം പ്രതിപക്ഷം പറഞ്ഞ പോലെ ഞങ്ങൾ വരുമ്പം പൊളിയാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. അങ്ങനല്ല, പൊളിയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെ ആ കാര്യം ചെയ്തു. ഇപ്പോഴും ആ പണം വെച്ചേക്കുന്നത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ DA കൊടുക്കും, ഈ പറഞ്ഞ പിന്നെ ഈ ഗഡു കൊടുക്കും, ശമ്പള പരിഷ്കരണം വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കേരളത്തിലെ ഇന്ത്യയിലാകെ ഉയർന്നു വന്ന പ്രശ്നമാണ് പങ്കാളിത്ത പെൻഷൻ. പങ്കാളിത്ത പെൻഷൻ എങ്ങനെ പരിഹരിക്കും? വിശദമായ കുറേ പഠനം നടത്തി. മറ്റു ചില സ്റ്റേറ്റുകളിൽ കാര്യം ചെയ്തു. രാജസ്ഥാനും ഹിമാചൽ പ്രദേശും ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ്, രാജസ്ഥാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഇതുപോലെ പ്രഖ്യാപിച്ചു. കൃത്യമായൊരു പദ്ധതി ഇല്ല. ഞങ്ങൾ പലതും നോക്കിയിട്ട് ഒരു ഏകദേശം ഒരു പദ്ധതിയോടുകൂടിയാണ്. അതിൻ്റെ വിശദമായ ഓർഡറൊക്കെ ഇറക്കും. അതിൻ്റെ കൃത്യമായ ഈ എല്ലാ കാര്യങ്ങളും വീണ്ടും തയ്യാറാക്കി വരേണ്ടതുണ്ട്. അതിനകത്ത് 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 10% കോൺട്രിബ്യൂഷൻ ജീവനക്കാർ അടയ്ക്കുന്നുണ്ട്, സർക്കാരും 10% അടയ്ക്കുന്നുണ്ട്. ഈ കോൺട്രിബ്യൂഷൻ PFRDAയുടെ ഒരു അക്കൗണ്ടിലാണ് പോകുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തുടരുന്ന ആളുകൾക്ക് അതിൽ തുടരാം, അവർക്ക് ഇത് ചേരാം. അതിൽ തുടരാൻ സാധ്യതയില്ല. കാരണം ഇതാണ് ബെനിഫിഷ്യൽ. മറ്റേത് പാവപ്പെട്ട പല ആളുകളും പെൻഷനായിട്ട് 3,000 രൂപയും 2,000 രൂപയും 1,000 രൂപയൊക്കെ പെൻഷൻ കിട്ടുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാലും അല്ല, വേറെ സ്കീമാണ്. അപ്പോൾ എന്നാലും അവർക്ക് ഓപ്ഷനുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മളിത് പറയുന്നത് എന്താ, പെൻഷൻ ലാസ്റ്റ് ഡ്രോൺ ബേസിക്സ് പേയുടെ 50% അഷ്വേർഡ് ആകും. അതിനൊപ്പം DR കൊടുക്കുന്നൊരു സംവിധാനം കാണും. മൂന്നാമത് ഈ ഫണ്ട് മുഴുവൻ നമ്മൾ ഇടുന്നത് സർക്കാർ അടയ്ക്കുന്ന പണവും അവരുടെ പണവും. പിന്നെ കുറച്ച് ഗ്യാപ്പ് വരും, സർക്കാരിന് നല്ല ഗ്യാപ്പ് വരും ഇത് കൊടുക്കാൻ. കാരണം ഈ 10-20% കൊണ്ട് പിന്നെ 50% പോയിട്ട് 25% വരും കൊടുക്കാൻ കാണത്തില്ല എന്നുള്ള ഉറപ്പല്ലേ. പക്ഷേ ആ ഫണ്ട് പ്രത്യേകമായിട്ട് മാനേജ് ചെയ്യും. ആ ഫണ്ടിനകത്തേക്ക് സർക്കാർ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാവും. ഏപ്രിൽ 1 തൊട്ട് ഇത് കൊടുക്കത്തക്ക വിധത്തിലേക്കുള്ള ഓർഡേഴ്സ് ബാക്കി അത്യാവശ്യമായിട്ടിരുന്ന് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നോക്കി നമ്മൾ സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ വിശ്വസനീയമായി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പെൻഷൻ്റെ കാര്യം വന്നേക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാകെ പല സ്റ്റേറ്റുകളിലും ഇത് വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രാജസ്ഥാനും മറ്റും ഇത് അനൗൺസ് ചെയ്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ സാങ്കേതിക കാര്യമുണ്ട്. തമിഴ്നാട് ഇപ്പോൾ അനൗൺസ് ചെയ്തു. തമിഴ്നാടാണെങ്കിൽ അവിടുത്തെ LIC-യിലായിരുന്നു പണം ഇട്ടിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചർച്ചയാണ്. അവരുടെ PFRDA-യിലല്ല, LIC എന്നാണ്. അങ്ങോട്ട് പണം മാറണം. അവരുടെ സർക്കാരിൻ്റെ പണം ഇട്ടിരുന്നില്ല, അതിന് പ്രത്യേക പണം കണ്ടെത്തണം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സർക്കാരിൻ്റെ പണമൊക്കെ ആദ്യം തൊട്ട് തന്നെ നമ്മുടെ 10% ആദ്യം തന്നെ മേലിട്ടിട്ടുണ്ട്. എന്നാലൊരു പുതിയ സങ്കീർണമായ പ്രശ്നമായിട്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കിത് പരിഹരിച്ച് തന്നെ കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഡിസംബർ 1 തൊട്ട് എന്ന നിലയിൽ, അല്ല ഏപ്രിൽ 1 തൊട്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരെ സംബന്ധിച്ചും തൊഴിലാളികളെ സംബന്ധിച്ചും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം ഒരു ബഡ്ജറ്റിൻ്റെ സമയപരിമിതിക്കകത്ത് ഞാൻ മൊത്തം എഴുതിയത് വായിക്കുകയാണെങ്കിൽ എല്ലാ റെക്കോർഡും മറികടന്ന് പോയേനെ. കാരണം വീണ്ടും സംഭവമുണ്ട്. ഞാൻ കുറച്ച് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി അത് ഒഴിവാക്കുമെന്ന് പറഞ്ഞു. എന്നാലും ഇനി എത്രയോ കാര്യങ്ങൾ എഴുതാനുണ്ട്. ഈ പദ്ധതികളിൽ വരുന്ന ധാരാളമാണ്, എല്ലാം എഴുതിയിട്ടില്ല. അപ്പം അതിനകത്ത് ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ വാലി 10,000 കോടിയുടെയാണ്. ഇപ്പോൾ ഗ്രീൻകോ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ കമ്പനി 10,000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയാണ് ഡാവോസിൽ. അവർ മാത്രമല്ല, ഈ ഇപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ടുള്ള GCCകൾ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പം കുറേ പുതിയ സംവിധാനങ്ങൾ ഇപ്പോൾ പിന്നെ കമ്പനികൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമുണ്ട്. മദർഷിപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയുണ്ട്. അതൊക്കെ ഈ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. മദർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഷിപ്പ് ബിൽഡിങ്ങിന് ഇന്ത്യ വേറെ ഒരിടത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിറ്റുകളുള്ളത് ബോംബെയിലൊക്കെയാണ്, ഈ ABB പിന്നെ വിശാഖപട്ടണത്തൊക്കെ. പക്ഷേ അതിനേക്കാളൊക്കെ ഇത്രയും വലിയ മദർഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ആഴമുള്ള കടൽ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ മോഡേൺ ഇൻഡസ്ട്രി,
നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി എല്ലാത്തിനും നല്ല ഇൻപുട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ റോഡിൻ്റെയും മറ്റും ഡെവലപ്മെൻറ്റിനകത്തുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആരോഗ്യരംഗത്ത് നമുക്ക് മറ്റ് സ്റ്റേറ്റിലുള്ള ഇഷ്യൂസ് അല്ല, പുതിയ മേഖലയിലുള്ള ഇപ്പോൾ ഇവനിധി പറഞ്ഞ മെനോപോസ് ക്ലിനിക് സത്യത്തിൽ ഫസ്റ്റ് ടൈം ഇൻ ദ കൺട്രി ആയിട്ട്. മെനോപോസ് എന്ന് പറയുന്നത് വളക്കാലം മുമ്പ് അതൊരു ഇഷ്യൂ അല്ല, പക്ഷേ മെനോപോസ് ഒരു ഇഷ്യൂ ആണെന്നുള്ളത് ഇപ്പോഴാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിൽ നമ്മൾ പലതും ചെയ്യുന്നത് ഇന്ത്യക്ക് തന്നെ മാറിയാവുന്ന തരത്തിലേക്കാണ്. ഇപ്പം നേരത്തെ നമ്മൾ മെൻസ്ട്രൽ കപ്പ് 2 വർഷം മുമ്പ് പറഞ്ഞു. വാസ്തവത്തിലത് പാരിസ്ഥിതികമായും അല്ലാതെ അതിൻ്റെ കാര്യങ്ങൾ നടക്കും. ഇങ്ങനെ പിന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നടക്കും. ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം കട്ടപ്പന തേനി 8 കിലോമീറ്റർ മറ്റേ ഉള്ളൂ ടണലാണെങ്കിൽ, പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സാങ്കേതികത്വം വേണം. പക്ഷേ 8 കിലോമീറ്റർ പോയാൽ തേനി എന്ന് പറയുന്നത് അവിടെ വരെ റെയിൽവേ ലൈൻ വരും. ഇപ്പോൾ തേനിയുടെ പ്രത്യേകത തേനിയിൽ പളനി ലൈൻ ഈസ് കമ്മിങ്, അല്ല പളനി ലൈൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടുന്ന് 8 കിലോമീറ്റർ ടണലിൽ കൂടെ വരാൻ പറ്റിക്കഴിഞ്ഞാൽ 30 കിലോമീറ്റർ 25 കിലോമീറ്റർ കണ്ട മേളിൽ കൂടെ യാത്ര ചെയ്യേണ്ട സ്ഥലം കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വരാമെന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക പഠനമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വയനാട്ടിലെ ചുരം പോലെ ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ എം സി റോഡിൻ്റെ കാര്യത്തിനകത്ത് വികസനത്തിന് ഒരു 5000 കോടി രൂപയുടെ ഒരു പദ്ധതി പറഞ്ഞു. എം സി റോഡ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റോഡും ഹാർട്ടിൽ കൂടെ പോകുന്ന റോഡാണ്, അതിന് സെൻട്രിൽ കൂടെ പോകുന്ന റോഡാണ്. പക്ഷെ ഭയങ്കര തിക്കിലി പോപ്പുലേറ്റഡുമാണ്. അപ്പോൾ അതിന് 3 ഘട്ടമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്. ഇത് അങ്കമാലി വരെയാണ് റോഡ്. ഇവിടുന്ന് ചെങ്ങന്നൂർ കഴിഞ്ഞാൽ ചെങ്ങന്നൂർ മുതൽ കോട്ടയം വരെ NH-ൻ്റെ പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അങ്കമാലി വരെ. അപ്പോൾ നമ്മളിപ്പോൾ ആകെ റോഡെല്ലാ സ്ഥലവും അങ്ങ് മാറ്റുന്നൊരു പ്ലാനല്ലാതെ ഇട്ടേക്കുന്നത്. 7 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ബൈപ്പാസ് കൊടുക്കുക. ഇപ്പോൾ കൊട്ടാരക്കര ബൈപ്പാസ് ഓൾറെഡി അതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നു. തിരുവനന്തപുരത്ത് മണ്ണന്തരം തിരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രധാന സിറ്റി വെഞ്ഞാറമൂടിൽ ഇപ്പോൾ ഒരു പണി നടക്കുന്നുണ്ട്. വെഞ്ഞാറമൂട് കഴിഞ്ഞാൽ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, നിങ്ങളതിൽ യാത്ര ചെയ്യുന്നവർ അവിടെയൊക്കെ വന്ന് 1 മണിക്കൂർ കിടക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ഥലം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ചെങ്ങന്നൂർ, പന്തളം, ഇങ്ങനെ ഉള്ള അവിടെ തന്നെ ബൈപ്പാസ് കൊടുത്തിട്ട് റോഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള തരത്തിലാണ് അതിൻ്റെ. കിഫ്ബിയുടെ ഒരു 5000 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. കിഫ്ബിയുടെ വേറെ അധികം പദ്ധതികൾ ഇപ്രാവശ്യം പറഞ്ഞിട്ടില്ല. മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലാതെ തന്നെ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. പിന്നീട് ഓരോന്നും ഞാൻ എടുക്കുന്നില്ല. ഈ സോളാർ എല്ലാ പഞ്ചായത്തിലും സോളാർ ഇപ്പോൾ ബാറ്ററി ഉപയോഗിച്ച് സേവ് ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പെരിഞ്ഞനം സോളാർ ഒരു വില്ലേജായിട്ട് പഞ്ചായത്ത് നേരത്തെ ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് പൈലറ്റ് പദ്ധതി അവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും സോളാറിൻ്റെ ഒരു പദ്ധതി കൊടുക്കുക. വർക്ക്നിയർ ഹോമിൻ്റെ കാര്യം നേരത്തെ ഫസ്റ്റ് വർക്ക്നിയർ ഹോം ഗവൺമെൻറ്റിൻ്റെ മേഖലയുള്ളത് കൊട്ടാരക്കര തുടങ്ങി. അവിടെ 150ഓളം പേര് വർക്ക് ചെയ്യുന്നതിനകത്ത് 80 പേര് വന്നു കഴിഞ്ഞു ചുറ്റുപാടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കേരളത്തിൽ 200 വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ജോലി വരാൻ. കുടുംബശ്രീയുടെ ഒരു വലിയ പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അത് 150 ഇനങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഏറ്റവും മോഡേൺ പാക്കിങ് വലിയ കമ്പനികളുമായിട്ട് ബന്ധപ്പെടുത്തി ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു വലിയ സാധ്യതയുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ഈ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ലോക്കലായിട്ടുള്ള ഏറ്റവും ടേസ്റ്റിയായ സാധനങ്ങൾ ലോകത്തേക്ക് കയറ്റി അയക്കാൻ പറ്റുന്ന വലിയൊരു പ്രൊജക്റ്റാണ് കുടുംബശ്രീയുടെ. അതുകൊണ്ടാണ് 22 കോടി രൂപയിലധികം വരുന്ന ചിലവ് വരുന്നൊരു പദ്ധതി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള കുറേ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അസിസ്റ്റഡ് ഹൗസ് മറ്റൊക്കെ ഉണ്ടെങ്കിൽ KFC ഇപ്പോൾ ഒരു ലോൺ സബ്വെൻഷനോടുകൂടി 20 കോടി രൂപ വരെ കൊടുക്കാവുന്ന പദ്ധതിയുണ്ട്. അത് കൂടുതൽ നമുക്ക് വേണ്ടി വരും. നാട്ടിൻപുറത്ത് വീടുകളിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഒന്ന് ഫോൺ ചെയ്യാനൊരു കോൾ സെൻറ്റർ പോലുള്ള സംവിധാനം ഇല്ലെങ്കിൽ പലപ്പോഴും അപകടപ്പെട്ടതിന് ഗുരുതരമായി അസുഖപ്പെട്ട് ദൗർഭാഗ്യപരമായ സംഭവങ്ങളിൽ മരിച്ചു കിടക്കുന്നവരെയാണ് പലപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ കാര്യത്തിലുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കുള്ള വോളണ്ടിയർ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും ഇതിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ ഓരോന്നും എടുത്തു പോകുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫണ്ടിൻ്റെ അലോക്കേഷനാണ്. നമ്മുടെ പുതിയ ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടുണ്ട്. ആ ഫിനാൻസ് കമ്മീഷൻ ഓരോ ഘട്ടത്തിൽ വരുന്നതാണ്. ഫണ്ട് നല്ലൊരു ഇൻക്രീസോട് കൂടിയാണ് ഇപ്രാവശ്യം ഏകദേശം 3000 കോടി രൂപയ്ക്ക് അടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ വർഷം പ്ലാനിലും നോൺ പ്ലാനിലുമായിട്ട്, നോൺ പ്ലാനല്ല അവർക്ക് പറയുന്നത്, അവർക്ക് കിട്ടുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡ് GPF അങ്ങനെയൊക്കെയാണ്, അത്രയും കിട്ടുകയാണ്. പഞ്ചായത്ത് മെമ്പർമാർക്ക് പിന്നെ അവരുടെ അലവൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ വർഷമായി, കഴിഞ്ഞ 5 വർഷം നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അവരുടെ അലവൻസ് വർദ്ധിപ്പിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ തുക വരത്തേ ഉള്ളൂ. പിന്നീട് പഴയ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, വാസ്തവത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവർക്ക് വേറെ അവർക്ക് അലവൻസും പെൻഷൻ ഒന്നുമില്ലല്ലോ, വേറെ അവർക്ക് അത്യാവശ്യം ചികിത്സയോ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു സംവിധാനവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വെൽഫെയർ ഫണ്ട്, അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. 10, 15 വർഷമൊക്കെ ആയിട്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ ജോലി നിങ്ങൾക്കറിയാം, കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ജോലി അറിയാം. വാസ്തവത്തിൽ ഏത് ആൾ വിളിച്ചാലും അപ്പം തന്നെ കൂടെ ഇറങ്ങി ഫുൾ ടൈം നിൽക്കേണ്ട ആളുകളാണ് അവർക്ക്. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ അവർക്കൊരു വെൽഫെയർ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള കാര്യമുണ്ട്. പിന്നെ മേജറായ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ എടുത്തത് അതിനകത്ത്
ചികിത്സയായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മെഡിസപ്പ് വന്നിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. മെഡിസപ്പ് നമ്മൾ പൊതുമേഖലാ സ്ഥാപനത്തിനും സഹകരണ മേഖലയ്ക്കും നടത്താനായിട്ട് ആലോചിക്കുന്നു. പക്ഷെ കാരുണ്യക്കും അതുപോലുള്ള പദ്ധതിക്ക് പുറത്ത് 42 ലക്ഷം കുടുംബങ്ങൾക്ക് പുറത്ത് കുറേയേറെ ആളുകളുണ്ട്. അവർക്ക് മെഡിസപ്പും ഇല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല, ഈ 42 ലക്ഷത്തിനകത്ത് വരത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചികിത്സ കിട്ടണമെങ്കിൽ ഒരു സംവിധാനം വേണം. അതിനൊരു കുറച്ച് പേ ചെയ്യുന്ന തന്നെ സൗജന്യമല്ല ഇതൊന്നും. പക്ഷെ മെഡിസപ്പിൻ്റെ ഗുണം എന്താ? 104 വയസ്സുള്ള ഒരാളുടെ കാര്യം ഞാൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞു. ഒരു ടെസ്റ്റിങ് വേണ്ട, നേരെ മെഡിസിപ്പിൽ ചേരാം. അതായത് പിന്നെ ബാക്കി ആരോഗ്യ ടെസ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾ ഇൻഷുറൻസിൽ ചേരേണ്ട അതൊക്കെ വേണം. അങ്ങനെ സംവിധാനം കളക്റ്റീവായിട്ടുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്കീം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഈ തൊഴിലാളികൾക്ക് ഇപ്പം ഓട്ടോറിക്ഷ ആയാലും ലോട്ടറി തൊഴിലാളി ആയാലും അല്ലെങ്കിൽ പിന്നെ ഹരിതകർമ്മസേന ആയാലും അങ്ങനെയൊക്കെ അവർക്ക് വരാൻ പറ്റുന്ന, ഇത് വരാത്തവർക്ക് വരാൻ പറ്റുന്നൊരു കാര്യം ഇൻഷുറൻസിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നു. പിന്നെ ബഡ്ജറ്റ് തുടങ്ങുമ്പോൾ തന്നെ ആമുഖം കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ പറഞ്ഞത് VS-ൻ്റെ പേരിലുള്ള VS സെൻറ്റർ പറഞ്ഞുകൊണ്ടാണ്. അത് എൻ്റെ പ്രസക്തി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ മേഖലയെയും സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയുന്നത് കേട്ടു, നിങ്ങൾ കേട്ടിട്ട് പറയായിരിക്കും ഇതൊന്നും നടക്കുന്നില്ലെന്നേ, ഇതൊന്നും കണക്കൊന്നുമില്ല, ചുമ്മാതാ. അങ്ങനൊന്നും അല്ല ഇത്തരം കാര്യങ്ങളെ പറ്റി. ഇതിൽ വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കുക. വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റ് പേപ്പറിനേക്കാളും കട്ടിയുള്ള പേപ്പറാണ് ബഡ്ജറ്റ്. അത് അവതരിപ്പിച്ചിരിക്കുക. സഭയിൽ സമയമുണ്ട്, അടുത്ത 4 ദിവസമുണ്ട്, അതിനുശേഷം സമയമുണ്ട്. അവിടെ ചർച്ച ചെയ്യട്ടെ. ഈ പറഞ്ഞതിനകത്തെല്ലാം കണക്കും കാര്യമില്ലെങ്കിൽ എന്തിനാ സഭയിലെ നല്ല വേദി? ഞാൻ ആൻസറബിളാണ്, മുഖ്യമന്ത്രി ആൻസറബിളാണ്, ഗവൺമെൻറ് ആൻസറബിളാണ്, സർവോപരി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും ആൻസറബിളാണല്ലോ. സഭയിലിരുന്നല്ലേ ഉള്ളൂ. വൈറ്റ് പേപ്പർ എന്തിനാ ഞങ്ങൾ ഇറക്കുന്നത്? ഞങ്ങൾ സോളിഡായിട്ടൊരു പേപ്പർ ഇറക്കിയിട്ടുണ്ട്. ആ പേപ്പറിനെ സഹായിക്കാൻ വേണ്ടി ആവശ്യമായ കണക്കുകളും കാര്യങ്ങളും കൂടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സമീപനവും നമ്മളിത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കുന്നത്? സോ ഈ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന് പറയാം, ഭരണപക്ഷം പ്രതിപക്ഷമെല്ലാം ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ ഇത് അവിടെ പറയാവുന്നേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞ് ശമ്പളം, ഇത് കഴിഞ്ഞിട്ട് ശമ്പളം ഒന്നും കൊടുക്കാനൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് പറഞ്ഞു, ജനങ്ങൾക്കറിയാൻ ശമ്പളം കൊടുക്കാവുന്നവരെയാണ് അവരെ ഏൽപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യമാണ് തുടർച്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടെന്തായിരിക്കും? തുടർച്ച ഉണ്ടാവും, അല്ലാതെ ഇട്ടിട്ട് ഓടാനല്ല. തുടർച്ച ഉണ്ടാവുക, നടത്താൻ പറ്റുന്ന കാര്യങ്ങളെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ, ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. നിങ്ങൾ വൈപ്പ് ഇതെല്ലാം നടക്കാനല്ല, അത് ശരിയല്ല. കാരണം ഇതെല്ലാം ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ് പറയുന്നവരുടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്നിട്ട് പറയാം പൈസ ഒന്നും ചിലവാക്കുന്നില്ല, പ്ലാനിൻ്റെ പൈസ കൊടുത്തോ? ഇതാ എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ LSGDയുടെ കഴിഞ്ഞ 4 വർഷത്തെ, അതിന് മുമ്പത്തേതുണ്ട്. അതിനകത്ത് കഴിഞ്ഞ വർഷം 98.44% ആ വർഷത്തെ പ്ലാനും പഴയ കാര്യോപര സഹിതം 110% പഞ്ചായത്തിന് കൊടുത്തത്. ഈ കണക്കിരിക്കുമ്പോൾ ഇവിടെ ചിലവാക്കുന്നില്ലെന്ന് ആരോടെ പറയുന്നത്? വേറെ എന്തെങ്കിലും കണക്ക് CAG ഓഡിറ്റ് ചെയ്യുന്ന കണക്കല്ലാതെ ധനകാര്യമന്ത്രിക്കോ സംസ്ഥാന ഗവൺമെൻറ്റിനോ വേറൊരു കണക്കുമായിട്ട് നടക്കാൻ പറ്റുമോ? 98.44. പിന്നെ പഴയ കാര്യോപര സഹിതം 110%. അതിന് മുമ്പത്തെ വർഷം 83, അതിന് മുമ്പത്തെ വർഷം 85, അതിന് മുമ്പത്തെ വർഷം 95. ഇതിൻ്റെ സ്റ്റേറ്റ് പ്ലാൻ ആണെങ്കിലും 80-നും 85-നും താഴെ പോയിട്ടില്ല പൊതുവെ. ഇതാണ് സ്ഥിതി. ഈ സ്റ്റേറ്റ് പ്ലാനിനകത്ത് പേയ്മെൻറ്റും ഇതേപോലെ തന്നെ അധികം വരുന്നെന്ന് മാത്രമല്ല, ഇവിടെ ചില ആരോഗ്യ പദ്ധതികളുടെ കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ അതിന് കണക്കെടുത്ത് നോക്കി. നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് ബഡ്ജറ്റിൽ KMSCL വെച്ചേക്കുന്നത് നമ്മുടെ മരുന്ന് കമ്പനിയാണ്. KMSCL മെഡിക്കൽ കോർപ്പറേഷനാണ്. 356 കോടിയാണ് വെച്ചേക്കുന്നത്. ബഡ്ജറ്റിൽ വെക്കുന്നതാണ് സാധാരണ ധനകാര്യ വകുപ്പിന് കൊടുക്കാൻ പറ്റുക. 456 റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു 300 കോടി കൂടി ഇപ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബഡ്ജറ്റിൽ 700 കോടിയാണ് കാസ്മിന് വെച്ചേക്കുന്നത്. അതിനകത്ത് 700 കോടിക്കകത്ത് 650 റിലീസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയും ഒരു 100-300 കോടിക്ക് അടുത്ത് റിലീസ് ചെയ്യും. 700 കോടിയും 650 കോടിയും വെച്ച് എല്ലാ വർഷങ്ങളിലും 1000-1200 കോടി വരെ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ ബഡ്ജറ്റ് വെച്ചേക്കുന്ന 900 കോടിയാണ്. 900 കോടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വസ്തുത ഇതായിരിക്കുമ്പോൾ ഇത് കിട്ടുന്നവരും കാണുന്നവരും ഉണ്ട് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതല്ല. ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചിട്ട് തന്നെയാണ് ഇക്കാര്യം ചെയ്യുന്നത്. ജനക്ഷേമകരമായ ഏറ്റവും ആവശ്യമുള്ള കാര്യമുണ്ട്. ഇപ്പോൾ രാജ്യത്ത് ആകെ ശ്രദ്ധിക്കപ്പെടുന്നൊരു പദ്ധതിയാണ് ലൈഫ് കെയർ പദ്ധതി. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്നത്
ലൈഫ് കെയർ പദ്ധതി എന്ന് പറഞ്ഞാൽ വഴിയിൽ പോയി വണ്ടി ഇടിച്ച് പ്രത്യേകിച്ച് ആളുകൾ അറിയാൻ വയ്യാതൊക്കെ വീണിട്ട് നോക്കാനും കാണാനില്ലാത്ത ആളുകളുണ്ട്. 10,000, 50,000 ആക്സിഡൻറ്റ് നടക്കുന്നതാണ്. കുറേ കേസുകൾ അങ്ങനെ വരും. 5 ദിവസമെങ്കിലും അവർക്ക് ചികിത്സ, എല്ലാ ദിവസവും ഇല്ല, കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് അല്ലാത്ത ഗവൺമെൻറ് ഇടപെടുന്ന ഒരു പദ്ധതിയാണ് അതിനകത്ത്. പലപ്പോഴും ഈ വീഴുന്ന ആളും മരിച്ചില്ല, വളരെ അബോധാവസ്ഥ കിടക്കുന്ന ആളും അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നല്ല പരിചരണം കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഒരാൾ തൊടത്തില്ല. കാരണം ബില്ലടച്ചാലല്ലേ ഉള്ളൂ. വഴിയിലൊരാൾ ആക്സിഡൻറ്റ് പറ്റി കിടന്നാൽ നമുക്കറിയാമല്ലോ, ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായ ചില പത്രപ്രവർത്തകർ അപകടത്തിൽപ്പെട്ടത് നമുക്കറിയാമല്ലോ, മറ്റുള്ള ആളുകൾ. അപ്പോൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഹിറ്റ് ആൻഡ് റൺ ആയാലും അല്ലാത്ത കേസായാലും കിട്ടണം. അത് ഇന്ത്യയിൽ ആദ്യമാണെന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ ലൈഫ് കെയർ പദ്ധതി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ബഡ്ജറ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പം നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. അത് സംബന്ധിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങളെ കാണുക എന്നുള്ളതാണ്. 50% മാക്സിമം ആണ്. അങ്ങനല്ല, അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വിത്ത് എ സ്മോൾ കോൺട്രിബ്യൂഷൻ ഇപ്പം എന്ന് കണക്കാക്കാം. ബാക്കി അതിൻ്റെ നിയമം വരട്ടെ. ഇപ്പോൾ സർക്കാർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 30 വർഷമാണെങ്കിൽ ഇവിടെ പെൻഷൻ ഈ 50% കിട്ടും. 15 വർഷമാണെങ്കിലോ അതിനനുസരിച്ചല്ലേ കിട്ടുള്ളൂ. 10 വർഷമാണെങ്കിൽ അതനുസരിച്ച് മിനിമം പെൻഷൻ വേണം, 10 വർഷം വേണം. 5 വർഷമോ 7 വർഷമോ ചെല്ലുണ്ട്, വളരെ പ്രായമായിട്ടൊക്കെ ജോലി കയറും. എന്തിന് അവർക്ക് പറയുന്ന പെൻഷൻ്റെ പേര് വേറെ, എക്സ്ഗ്രേഷ്യ, ഇൻവാലിഡ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ പ്രൊറേറ്റ ആയിരിക്കും, പക്ഷേ 50% അഷ്വേർഡാണ്. എങ്ങനെ ഈ പറഞ്ഞ കണ്ടീഷൻ. അത് ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ തന്നെ അതാണ് അതിൻ്റെ